हेलो बच्चों, कैसे हैं आप? बहुत बढ़िया। तो आज हम लेने वाले हैं पत्र लेखन. നമ്മൾ ഇന്ന് എടുക്കാൻ പോവാണ് പത്രലേഖനം. വളരെ ഷോർട്ട് ആയിട്ടുണ്ട്, വളരെ ഷോർട്ട് ആയിട്ട് നിങ്ങളെ ചെറിയൊരു ലോജിക്ക് വെച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് വരെ ഇതുകൊണ്ട് നേടാം. നിങ്ങൾക്ക് അതിന്റെ പക്ക ഫോമാറ്റാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ നമ്മൾ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? യൂണിറ്റ് 1 യൂണിറ്റ് 2 4 ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു അല്ലെ. അതിൽ തന്നെ നമ്മൾ 2 കവിത അല്ലെ, അതുപോലെ തന്നെ 2 കഹാനിയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 2 കവിതയിലും 2 കഹാനിയിലായിട്ടുള്ള റൈറ്റേഴ്സിന് വേണ്ടി നമുക്കൊരു പത്രലേഖനം എഴുതണം എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ എഴുതും നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കവിത എടുക്കുകയാണെങ്കിൽ ഏതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? പേടാണ് അല്ലെ. 10 എന്ന ഇക്കായിൽ നമ്മൾ പേടിനെ കുറിച്ചിട്ടാണ് നമ്മൾ കവിത പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെ സുശീൽ ശുക്ലജിക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതുക എന്നൊരു ക്വസ്റ്റ്യൻ വരിക. അല്ലെങ്കിൽ എന്താണ് ഗുൽസാർജിയെ കുറിച്ചിട്ട്, ബാബാ और ബാബാ की छड़ी ഗുൽസാർജിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആ കവിത കണ്ട് നമ്മൾ ഇൻസ്പയർ ആയിട്ടുണ്ട് ഒരുപാട് അല്ലെ. എന്താണ് വൃദ്ധരായ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം, അതുപോലെ തന്നെ അവരോടുള്ള പെരുമാറ്റം, അവരെയും നമ്മൾ കെയർ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു വളരെ ഡീപ്പായിട്ടുള്ള മീനിങ് ഉള്ള ഒരു കവിത നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിലേക്ക് ആ കവിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പത്ര എഴുതാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? വളരെ എളുപ്പമാണ് പത്രലേഖൻ. ഇത്രയും ഷോർട്ടായിട്ട് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. കാരണം നിങ്ങൾ നോക്കിക്കോളൂ, എങ്ങനെയാണ് കവിക്ക് വേണ്ടിയിട്ട് ഒരു പ്രശംസ, അദ്ദേഹത്തിന് നമ്മളൊരു പ്രശംസ കൊടുക്കണം. നിങ്ങളുടെ കവിത വായിച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇൻസ്പയർ ആയി, നല്ലൊരു ഇൻസൈറ്റ് ആണ് എനിക്ക് കിട്ടിയത്, നല്ലൊരു വിഷനാണ് എന്ന് നമ്മൾ അവരോട് അറിയിക്കണം. സോ അതിനെന്താണ് ചെയ്യേണ്ടത്? ആദ്യം കവിയുടെ പേര് ആദ്യം എന്താണ് എഴുതേണ്ടത്? പ്രിയ കവി കാ നാം ഇവിടെ നമ്മൾ എഴുതണം. ആർക്കാണ് നമ്മൾ എഴുതുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ എഴുതണം പത്ര എന്ന് ടൈറ്റിൽ കൊടുക്കാം, അല്ലെങ്കിൽ കവിതാക്കി പ്രശംസാക്കിയിലെ പത്ര എന്ന് ടൈറ്റിൽ കൊടുക്കണം. ഓക്കെ. അതിനുശേഷം രണ്ടാമത് എന്താണ് ചെയ്യേണ്ടത്? പ്രിയ. ഇവിടെ ബ്ലാങ്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് അവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അവിടെ ഏത് കവിയെ കുറിച്ചാണ് വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. അത് മാത്രം ഇവിടെ മഞ്ഞ എവിടെയൊക്കെയാണുള്ളത് അവിടെ മാത്രം നിങ്ങൾ മാറ്റം വരുത്തിയാൽ മതി. കണ്ടോ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഓക്കെ. പ്രിയ കവി ഏതാണ് നമ്മൾ എടുക്കുന്നത്? നമ്മൾ ബാബാ और ബാബാ की छड़ी കണ്ട് ഇൻസ്പയർ ആയി അല്ലെ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അതുകൊണ്ട് അത് കാരണം നമ്മൾ ഇൻസ്പയർ ആയിട്ട് അദ്ദേഹത്തിന് ഒരു കത്ത് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പൊ കവിയുടെ പേര് എന്താണ് ഗുൽസാർജി. അപ്പൊ എന്ത് എഴുതാം? പ്രിയ ഗുൽസാർജി. ഇതിനെ അങ്ങ് മാറ്റിയിട്ട് ഗുൽസാർജി എന്ന് എഴുതിയാൽ മതി. ഓക്കെ. ഓക്കെ. പ്രിയ ഗുൽസാർജി എന്ന് എഴുതുക. എന്നിട്ട് എന്താണ്? നമസ്തേ മാത്രം കൊടുക്കുക. നമസ്തേ എന്തൊക്കെയുണ്ട്? നമസ്തേ എന്ന് എഴുതി കഴിഞ്ഞു. പിന്നീട് നമ്മൾ എന്താണ്? റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്ന സമയവും അതുപോലെ തന്നെ എവിടെ നിന്നാണ് നമ്മൾ ആ കത്ത് വരുന്നത്, നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അത് അവിടെ എഴുതി കൊടുക്കുക. നമ്മുടെ ലൊക്കാലിറ്റി ഇവിടെ എഴുതി കൊടുക്കുക. ഞാൻ വേണമെങ്കിൽ നമുക്ക് ഡിസ്ട്രിക്ട് എഴുതാം. എന്തെഴുതാം? ഞാൻ എഴുതുന്നു കണ്ണൂർ എന്ന് എഴുതുന്നു. ഓക്കെ. കണ്ണൂർ. ഡേറ്റ് എത്രയാണ്? ഇന്നത്തെ ഡേറ്റ് ആണ് 11/8/25. റെഡി അല്ലേ? ഓക്കെ, ഗുഡ്. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യം എഴുതണം. വളരെ എളുപ്പമാണ്, ഒന്നും മാറ്റില്ല. ഇത് മാത്രം എന്ത് ചോദിച്ചാലും പത്ര എന്ത് വന്നാൽ ഇത് മാത്രം ഉത്തരം, അത്രേ ഉള്ളൂ. എന്താണ് എഴുതണം? ആപ് കേസേ ഹേ. താങ്കൾ എന്തൊക്കെയുണ്ട്? ആപ് കേസേ. വെരി ഗുഡ്. പിന്നെ എന്ത് എഴുതാം? ആജ് ആപ്കി കവിത. ആജ് ഇന്ന്, താങ്കളുടെ, അല്ലെങ്കിൽ കൽ ഇന്നലെ. അപ്പൊ എന്ത് എഴുതണം? അതിൽ ചെറിയൊരു വ്യത്യാസം എഴുതണം. പടി വായിച്ചു എന്നുള്ളതിൽ പകരം ഓക്കെ എന്തെഴുതാം നമ്മൾ? മേനെ ആപ്കി ജോ കൽ ആപ്കാ പത്ര പഠ് ലിയാ താ. വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ ഇന്ന് വായിച്ചു. ഓക്കെ. വർത്തമാന കാലത്തിൽ ഇപ്പൊ കുറച്ചു മുമ്പ് കഴിഞ്ഞ സംഭവമാണ്. അപ്പൊ എന്താണ്? ആജ് ആപ്കി കവിത. കവിതയുടെ പേരെന്താണ്? ബാബാ और ബാബാ की छड़ी. ഇവിടെ എന്തെഴുതണം? ബാബാ और ബാബാ की छड़ी എന്ന് മാറ്റണം. പേടാണെങ്കിൽ പേട് എഴുതണം. ഓക്കെ, റെഡി അല്ലേ? അതിനുശേഷം എന്ത് ചെയ്യണം? പടി അല്ലെങ്കിൽ പഠ് ലിയാ താ. വായിച്ചിട്ടുണ്ടായിരുന്നു, പടി വായിച്ചു. റെഡി എന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് എന്തായി? ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടി. ഇത്ര മാത്രം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ്. റെഡി. അതിന് എന്ത് ചെയ്യാം? യഹ് ബഹുത് ഹി. ഇനിയാണ് നമ്മൾ എഴുതാൻ തുടങ്ങേണ്ടത്. ആ കവിത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ഇനി ഇവിടെ നിന്നാണ് എഴുതാൻ തുടങ്ങുന്നത്. യഹ് ബഹുത് ഹി എന്താണ്? ഇത് എന്താണ് അതിലൊരു ഇൻസൈറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിലൊക്കെയാണ് അത് മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? സുന്ദറാണ് അല്ലെ, പ്രേരണദായക്, ഇൻസ്പയറിംഗ് ആണ്. പിന്നെ എപ്പോഴും ഉപയോഗിക്കുന്ന അച്ചിയെ. വെരി ഗുഡ്. अच्छी है ना, अच्छा है, अच्छी है, तो अच्छी है, कविता है तो अच्छी है. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള എടുക്കാം. ये बहुत अच्छी है എന്ന് എഴുതാം. ये बहुत सुंदर है. വെരി ഈസി. സുന്ദർ है നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇൻസ്പയറിംഗ് ആണെങ്കിൽ പ്രേരണ, അല്ലെങ്കിൽ എല്ലാം കൂടി ചേർത്ത് എഴുതാം. സുന്ദർ, പ്രേരണാർത്ഥ, പ്രേരണദായക് और अच्छी है അങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ ഒന്ന് മാത്രം മതിയെങ്കിലും റെഡി.
ഓക്കെ, അത് നമ്മൾ അവിടെ എഴുതി. റെഡി. അതിനുശേഷം എന്ത് ചെയ്യണം? മുജെ ഇസ്മെ സബ്സെ അച്ഛി ബാത്തി. ആ ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫ്. നിങ്ങൾക്ക് ഇവിടെ ഏറോ മാർക്ക് കാണാം അല്ലെ? ഏറോ മാർക്ക് കാണാം. അപ്പൊ അടുത്ത പാരഗ്രാഫ് ആയിട്ട് എഴുതണം. ഒരു വരി കുറച്ചൊന്ന് സ്പേസ് ഇട്ടിട്ട് അടുത്ത പാരഗ്രാഫ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നോക്കണം കറക്റ്റ് അത് എവിടെ നിന്നൊക്കെയാ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചോ. ആ ഒരു അലൈൻമെന്റ്, നമ്മളെ ഡ്രസ്സിങ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് വായിക്കാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരും. അതുകൊണ്ട് നല്ല രീതിയിൽ കണ്ടന്റിലെല്ലാം നോക്കേണ്ടത്, മറിച്ച് അലൈൻമെന്റ്, നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് എങ്ങനെയാണ് അതിനെ ഒന്ന് മനോഹരമാക്കുന്നത് എന്ന നമ്മുടെ ക്രിയേറ്റിവിറ്റിയിലാണ് മാർക്ക് ഇരിക്കുന്നത്. മുജെ ഇസ്മെ സബ്സെ അച്ഛി ബാത് യേ ലഗി കി, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? കവിതാക്കിന് നമ്മുടെ എന്താണ് ഹിസ്മജോ കവിതയെ കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ. എങ്ങനെയാണ് നമ്മൾ ബാബ और ബാബി ചെടിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്? എങ്ങനെയാണ് വൃദ്ധരായ ജനങ്ങളോടുള്ള പെരുമാറ്റം, അവരെയും ജോ നയ സമാജ് കി ജോ പീഡി, നമ്മൾ ചെറുപ്പക്കാരെങ്ങനെയാണ് ജോ വൃദ്ധ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ പെരുമാറണം എന്നൊരു മഹത്തരമായ ആശയം എല്ലാം നമ്മൾ ഇൻസ്പയർ ആയി. അപ്പൊ ഞാൻ എൻ്റെ ഫാമിലിയിൽ അതുപോലെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാണ് നമ്മളിവിടെ ഭാവാർത്ഥ. അതിന്റെ മാക്സിമം എന്തൊക്കെ നമുക്ക് ഔട്ട്പുട്ടാണ് അതിൽ നിന്ന് കിട്ടിയത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അടിച്ചെഴുതിക്കോ. തോന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. അത് ഫുൾ ഫില്ല് ചെയ്ത് എല്ലാം എഴുതി കഴിഞ്ഞ മാക്സിമം എഴുതിയിട്ട് എന്നിട്ട് എന്ത് വെച്ച് അവസാനിപ്പിക്കണം? ആപ് ലിഖ്തേ രഹേ. ആ പാരഗ്രാഫ് അവസാനിക്കുന്നതാണ് ആപ് ലിഖ്തേ രഹേ. നിങ്ങൾ എഴുതിക്കൊണ്ടേ ഇരിക്കൂ. ആപ് ലിഖ്തേ രഹേ. റെഡി അല്ലേ? എല്ലാത്തിലും എഴുതാൻ പറ്റുന്നതാണ്. ആപ് ലിഖ്തേ രഹേ. താങ്കൾ എഴുതിക്കൊണ്ടേ ഇരിക്കൂ. പിന്നെ അടുത്ത പാരഗ്രാഫിൽ എങ്ങനെ പെട്ടെന്ന് അവസാനിക്കാം? ആപ്കെ പത്ത് കി പ്രതീക്ഷാമേ, ആപ്കി ഇന്തിസാർ ജോ പ്രതീക്ഷാമേ, നിങ്ങളുടെ ആപ്കി ജോ പത്ര കി ഇന്തിസാർ മേ, ആപ്കി ജോ പത്ര കി പ്രതീക്ഷാമേ, നിങ്ങളുടെ പത്രത്തിന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇരിക്കുന്നു എന്നർത്ഥത്തിൽ. പിന്നീട് എന്ത് എഴുതാം? സേവാമേ. സേവാമേ. സേവാമേ എന്താണ്? ടു അഡ്രസ് ആണ്. അവരുടെ പേര് എഴുതാം, അവരുടെ സ്ഥലം. എങ്ങനെ എഴുതാം? ആപ്കാ ഉൻകാ ജോ നാം ഹെ ക്യാ ഹെ? ക്യാ ഹെ? ഗുൽസാർ ജി. സോ ഗുൽസാർ എന്ന് എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ സ്ഥലം ചിലപ്പോൾ എവിടെയായിരിക്കാം? യു പി എടുക്കാം. എവിടെയാണ്? പഞ്ചാബാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അത് മറക്കരുത്. റെഡി. എങ്ങനെ വെറുതെ കേരള എന്നൊന്നും എഴുതരുത്. കറക്റ്റ് അദ്ദേഹത്തിന്റെ സ്ഥലം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഞ്ചാബിലാണ് അദ്ദേഹം ജനിച്ചത്. സോ എങ്ങനെ എഴുതാം? ഗുൽസാർ ജി പഞ്ചാബ് और ഇന്ത്യ चाहिए तो लिख दो, इंडिया भी लिख दो. റെഡി. സോ അതിനുശേഷം എന്താണ്? നമ്മുടെ റൈറ്റ് സൈഡിൽ എന്ത് എഴുതണം? റൈറ്റ് സൈഡിൽ നമ്മൾ എന്താണ്? യുവർ ഓൺ. റൈറ്റ്. യുവർ ഓൺ. ആ രീതിയിൽ നമ്മൾ എടുക്കുക. നിങ്ങളുടെ സ്വന്തം അല്ലെ? നിങ്ങളുടെ സ്വന്തം എന്നൊക്കെ എഴുതുന്ന പോലെ ആപ്കാ അപ്ന. ആപ്കാ അപ്ന. डोंट फॉरगेट आपका अपना. डेफिनेटली അത് എഴുതിക്കോ. സേവാമേ ആപ്കാ അപ്ന. സേവാമേ ആപ്കാ അപ്ന. റെഡി. ഫസ്റ്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യണം? ആപ്കാ അപ്ന എന്ന് എഴുതിയിട്ട് നേരെ സിഗ്നേച്ചർ ഇട്ടോ. ഓക്കെ, നേരെ സിഗ്നേച്ചർ ഇടുക. നിങ്ങൾ നല്ലൊരു ഒപ്പിട്ടോ, കളർഫുൾ. അതിനുശേഷം നിങ്ങളുടെ പേരും കൂടെ താഴെ എഴുതിക്കൊണ്ട് പത്രം കംപ്ലീറ്റ്. റെഡി. ഇത്ര മാത്രമേ ഉള്ളൂ. വെറുതെ ചെറിയ രീതിയിൽ നിങ്ങൾ കുറച്ചൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എഴുതാം. ഇതുവരെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത രീതിയായിരിക്കും. ഇത്രയും ഷോർട്ടായിട്ട് വളരെ മനോഹരമായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും നിങ്ങൾക്ക് തന്നെ നോക്കാം. എന്താണ്? റെഡി അല്ലേ? ഇത്രയും മനോഹരമായിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടുന്നില്ല. സോ ഇത് നിങ്ങൾ ഫോർമാറ്റ് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ഇതിന്റെ PDF ആയിട്ട് അവൈലബിൾ ആയിരിക്കും. സോ बहुत बहुत धन्यवाद बच्चों. अच्छे से एग्जाम की तैयारी करो. നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പഠിക്കൂ. താങ്ക് യു. बहुत बहुत धन्यवाद. मिलते हैं. जय हिंद.